മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കണ്ണൻ മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് മനസ്സിലായതും പ്രതാപൻ്റെ അമ്മയ്ക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ തോന്നിയിട്ട് പ്രതാപൻ്റെ അമ്മേനെ കൊണ്ട് ആസ്പത്രിയിൽ പോയിട്ട് തിരിച്ചു വരാൻ കേട്ടോ. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ പ്രതാപനെ ഒരുപാട് പരിഹസിക്കുന്നുണ്ട്. പിന്നീട് പറയുന്നുണ്ട്, നീ കാറൊന്ന് നിർത്തിക്കേ, എനിക്ക് കുറച്ച് നേരം ശുദ്ധവായു ശ്വസിക്കണം, എന്നിട്ട് നമുക്ക് പോകാമെന്നും പറഞ്ഞ് പ്രതാപൻ കാറ് നിർത്തിയതും പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ കാറിൽ ചാരി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയം നമ്മളുടെ മേഘനാഥനാണെങ്കിൽ കമലേശ്വരത്തു നിന്ന് കണ്ണ് വന്നതോടുകൂടി കാർ എടുത്ത് ഇറങ്ങിയതാണ്. വരുന്ന വഴിക്ക് നമ്മളുടെ മാർക്കോയെയും ലോപ്പസിനെയും കാണുന്നുണ്ട്. അതിനു മുമ്പായിട്ട് തന്നെ നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും മാർക്കോയെ വിളിച്ചിട്ട് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ഞങ്ങൾ കമലേശ്വരത്ത് വന്നതും അവിടെ മേഘനാഥൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ അവൻ ഇവിടുന്ന് വീട്ടിലോട്ട് പോയിട്ടുണ്ടെന്ന്. ആ വിവരം അറിഞ്ഞിട്ടാണ് ഈ മേഘനാഥനെ പൊക്കാനായിട്ട് മാർക്കോയും ലോപ്പസും കൂടി വരുന്നത്. അങ്ങനെ മേഘനാഥനാണ് ഈ മാർക്കോയെയും ലോപ്പസിനെയും കണ്ടതും അവരിൽ നിന്നും ഓടി രക്ഷപ്പെടാനായിട്ട് ഓടി കാറ് കയറി കാറ് കൊടുത്ത് പോണ വഴിക്കാണ് നമ്മളുടെ പ്രതാപൻ്റെ അമ്മേനെയും വഴിയിൽ വെച്ച് കാണുന്നത്. ആ സമയത്ത് മേഘനാഥന് നല്ല പേടിയുണ്ടെങ്കിലും മേഘനാഥൻ കാറ് നിർത്തിയിട്ട് എന്താണെങ്കിലും ഇവിടെ നിങ്ങൾ ഈ രാത്രി ഇത് എവിടെ പോയിട്ട് വന്നെയാന്ന് ചോദിക്കുമ്പം കണ്ണൻ തിരിച്ചു വന്നത് അറിഞ്ഞിട്ട് അമ്മയ്ക്ക് ആകെ ഒരു അസ്വസ്ഥത ഉണ്ടായതുകൊണ്ട് ഡോക്ടറെ കാണാൻ പോയതാണ്. ആ സമയത്ത് മേഘനാഥൻ ചോദിക്കുന്നുണ്ട്, കരുണ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പം കരുണയല്ല വിളിച്ചത്, ആ മഹാലക്ഷ്മി തന്നെയാണ്. മഹാലക്ഷ്മി വിളിച്ചിട്ട് ആദ്യം ഞങ്ങളോട് കണ്ണേട്ടനെ കാണാനില്ല, ഇതുവരെ ഒരു അറിവില്ല എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടതും ഞങ്ങളൊന്ന് സന്തോഷിച്ചു. പിന്നീടാണ് വീഡിയോ കോളിൽ കണ്ണനെ കാണിച്ചു തന്നത്. അത് കണ്ടതോടുകൂടി അമ്മയുടെ ഹൃദയമിടിപ്പ് കൂടി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതാണ്. എന്തായാലും ഇത് വല്ലാത്തൊരു ചതിയായി പോയടാ മേഘ. എൻ്റെ കുഞ്ഞ് ഒരുപാട് സന്തോഷിച്ചു. ഇനിയിപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ സങ്കടം തീർക്കാൻ ആരെയും കൊണ്ടും പറ്റില്ല. ഇനി എൻ്റെ കുഞ്ഞ് എന്തൊക്കെ ചെയ്യുമെന്നും അറിയാൻ പാടില്ല. ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട്, ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്കും അറിയില്ല അങ്കിളെ. എന്തായാലും ഞാൻ പറഞ്ഞു വിട്ട ഗുണ്ടകൾ ഇതുവരെയും എന്നെ വിളിച്ചിട്ടുമില്ല, ഒന്നുമില്ല. ഇത് എന്തോ ഒരു ചതി ഇതിൽ നടന്നിട്ടുണ്ട്, അതെന്താണെന്നൊന്നും അറിയില്ല എന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ആ ലക്ഷ്മിയുടെ കയ്യിലിരിക്കുന്ന ആ ഒരു അയ്യപ്പ വിഗ്രഹമില്ലേ, അത് നല്ല ജീവനുള്ള വിഗ്രഹം തന്നെയാണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും അവർക്കൊന്നും സംഭവിക്കാത്തതെന്ന്. ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട്, അത് മുത്തശ്ശി പറഞ്ഞത് നേരെ. ഇന്ന് ആ അയ്യപ്പ വിഗ്രഹം ഞാൻ നേരിട്ട് കണ്ടത്. ആ സമയത്ത് ഞാൻ ആ വിഗ്രഹത്തിലേക്ക് നോക്കിയപ്പം വിഗ്രഹത്തിന് ഭയങ്കരമായിട്ട് തിളക്കമുള്ളതുപോലെ എനിക്ക് തോന്നി. ആ വിഗ്രഹത്തിന് ഉറപ്പായിട്ടും എന്തെങ്കിലും ശക്തി ഉണ്ടാവും. എന്തായാലും ഞാനിപ്പോൾ പോവുകയാണെങ്കിൽ ആ മാർക്കോയും ലോപ്പസും എന്നെ കൊല്ലാനായിട്ട് എൻ്റെ പുറകെ വന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് പ്രതാപൻ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ അവരെ കണ്ടോയെന്ന് ചോദിക്കുമ്പം പിന്നില്ലാതെ ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തി ഇറങ്ങിയതാണ്. ആ സമയത്ത് മാർക്കോയും ലോപ്പസും എന്നെ കണ്ടു. അവരെന്നെ പിടിക്കാനായിട്ട് വന്നതും ഞാൻ വേഗം തന്നെ വണ്ടി കയറി വണ്ടി എടുത്തും കൂടി പോകുന്നതാണ്. കുറേ ദൂരം വരെ അവന്മാരെന്നെ ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് സ്പീഡിൽ വന്നതുകൊണ്ട് പിന്നെ അവന്മാരെ കണ്ടില്ല. എന്തായാലും ഇന്ന് അവന്മാർ തിരിച്ചു പോയിന്നാണ് തോന്നണമായിരുന്നു. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അവർ നിൻ്റെ പുറകെ വന്നെങ്കിൽ ഉറപ്പാടെ മേഘ, നിന്നെ അവർ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. ഇതിനു മുമ്പ് പല പ്രാവശ്യം നിനക്ക് അവൻ താക്കീത് തന്നതല്ലേ, ഇനി നിൻ്റെ കാര്യം പോക്കാന്ന്. അത് കേട്ടതും പ്രതാപൻ പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെയാണ് അമ്മയെ പറയണേ, അമ്മയൊന്നും മിണ്ടാണ്ടിരിക്കുന്നു. പിന്നീട് മേഘനാഥനാണെങ്കിൽ പേടിയായിട്ട് പ്രതാപനോട് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ വേഗം വീട്ടിലോട്ട് ചെല്ലട്ടെ. ആ മാർക്കോയും ലോപ്പസും ഇവിടെ വെച്ച് നമ്മളെല്ലാവരെയും ഒരുമിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും കാര്യം പോക്കാം, അതുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് വേഗം തന്നെ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. ഈ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇവനൊക്കെ എന്തൊരു മണ്ടനാടാ, നീയും അതെ അവനും അതെ, ഒരു ബുദ്ധി ഇല്ലാത്തവരാ. അതുകൊണ്ടല്ലേ ഇപ്പോൾ ആ മാർക്കോവിനെയും ലോപ്പസിനെയും കണ്ടിട്ട് അവനിങ്ങനെ ജീവനും കൈപ്പിടിച്ച് ഓടിക്കൊണ്ടിരിക്കണം. തിരിഞ്ഞു നിന്ന് അവരെ എതിരിടാനുള്ള ശക്തി പോലും ഇവനിക്കില്ല. ഇവനിക്ക് ഇത്രയും 6 അടി പൊക്കത്തിൽ ശരീരം ഉണ്ടല്ലോ, ഇവൻ എന്തിന് നടക്കണേന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, അത് അമ്മയ്ക്ക് അങ്ങനെയൊക്കെ തോന്നും, അമ്മയ്ക്ക് അറിയില്ല ആ മാർക്കോയുടെ ഇടി അങ്ങനത്തെ ഇടിയാണ്, അതുകൊണ്ട് അമ്മ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. എന്തായാലും ഒരിക്കൽ അവൻ്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിയവരാരും പിന്നെ അവൻ്റെ മുന്നിൽ പോലും പോവില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥനാണ് ഈ വീട്ടിലോട്ട് ചെല്ലാണ്. വീട്ടിൽ ചെന്നിട്ട് ബെല്ലടിക്കുന്നുണ്ട്. ബെല്ലടിച്ചതും നമ്മളുടെ സീമന്തിനെയാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഈ അർദ്ധരാത്രിയിൽ ആരായി വന്നേക്കണേ, ഞാനാണെങ്കിൽ ഇന്ന് വരില്ല, കമലേശ്വരത്ത് തങ്ങുവാന്നല്ലോ പറഞ്ഞത്, പിന്നെ ഈ സമയത്ത് ആരായിരിക്കും വന്നേക്കണേന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് എഴുന്നേറ്റ് വരുമ്പം വാമദേവൻ പറയുന്നുണ്ട്, എന്തായാലും നീ ആരാന്ന് നോക്കിയിട്ട് വാതിൽ തുറന്നാൽ മതി സീമന്തിനി, മേഘൻ എന്തൊക്കെയോ പണികൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ അതിന് തിരിച്ചടിയായിട്ട് ആരെങ്കിലും വന്നതാണോന്ന് അറിയില്ലല്ലോ. ആ സമയത്ത് സീമന്തിനി പറയുന്നുണ്ട്, ഞാനത് ചെയ്തിട്ട് ഡോറ് തുറക്കുന്നുള്ളൂ എന്നും പറഞ്ഞ് സീമന്തിനി വന്ന് നോക്കണ സമയത്ത് പുറത്ത് മേഘനാഥൻ നിൽക്കണ കാണുന്നു. എന്നിട്ട് സീമന്തിനി പറയുന്നുണ്ട്, ഇവനൊക്കെ എന്താ തലയ്ക്ക് വെളിവില്ലേ, ഈ പാതിരാത്രിക്ക് ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാനെന്ന് പറഞ്ഞ് വാതിൽ തുറക്കുന്നുണ്ട്. വാതിൽ തുറന്നത് നമ്മളുടെ മേഘനാഥനാണെങ്കിൽ വേഗം തന്നെ പേടിച്ച് പെരയുടെ ഉള്ളിലേക്ക് ഓടി കയറുന്നുണ്ട്. ആ സമയം സ്വാതിയും എഴുന്നേറ്റ് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ചേട്ടൻ എന്താ ഇങ്ങനെ പേടിച്ചോടണേ, ചേട്ടനെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നോന്ന് ചോദിക്കുമ്പം
മോളെ ആ മാർക്കോയും ലോഫസും എന്നെ കൊല്ലാനായിട്ട് എൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്ത് സ്വാതി ചോദിക്കുന്നുണ്ട്, അതിന് മാർക്കോയും കണ്ണേട്ടനൊക്കെ മരിച്ചു എന്നല്ലേ ഏട്ടൻ പറഞ്ഞ, പിന്നെ എന്താണെന്ന് ചോദിക്കുമ്പം ഇല്ല, അതൊക്കെ നമ്മളുടെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു. കണ്ണൻ തിരിച്ചു വന്നു. എപ്പോൾ തിരിച്ചു വന്നു, എവിടെ തിരിച്ചു വന്നു എന്നൊക്കെ സീമന്തിന് ചോദിക്കുമ്പം കമലേശ്വരത്തേക്ക് വന്നു. ഇപ്പോൾ കുറച്ച് സമയം മുമ്പ് അവനും ആ മഹാലക്ഷ്മിയും കൂടി കമലേശ്വരത്തേക്ക് വന്നേ. അപ്പം നീയല്ലേ ഉറപ്പിച്ച് പറഞ്ഞത് ഇനി കണ്ണനും മാർക്കോയും ഒന്നും തിരിച്ചു വരൂലെന്ന്, കമലേശ്വരത്തെ സ്വത്തൊക്കെ നിനക്ക് കിട്ടുമെന്ന്. എന്നിട്ടിപ്പോൾ അതും തിരിച്ചടി ആയില്ലടാന്ന് ചോദിക്കുമ്പം അതൊന്നും പറയണ്ട അമ്മേ, എന്തായാലും ആ മാർക്കോയുടെയും ലോപ്പസിൻ്റെയും കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവന്മാരെന്നെ ജീവനോടെ വെച്ചേക്കില്ല എന്ന്. ആ സമയത്ത് നമ്മളുടെ വാമദേവൻ അങ്ങോട്ട് വരുന്നുണ്ട്. വാമദേവൻ ഈ മേഘനാഥൻ്റെ സംസാരം കേട്ടിട്ട് പറയുന്നുണ്ട്, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവരോട് ഇനിയും യുദ്ധത്തിന് പോകണ്ട, നീ നിൻ്റെ കാര്യം നോക്കി നടക്കുന്നു. അപ്പോൾ നിനക്കതൊന്നും കേൾക്കാൻ പറ്റില്ല, ഇനി പറഞ്ഞത് നീ തന്നെ അനുഭവിച്ചു. എന്തായാലും അന്നേ പറഞ്ഞതാ ശബരിമലയ്ക്ക് പോണവരെ ഉപദ്രവിക്കാൻ നിൽക്കണ്ട, അത് അയ്യപ്പന് പോലും ഇഷ്ടാവില്ല എന്ന്. അപ്പം നീ കേട്ടില്ലല്ലോ എന്ന്. ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട്, അച്ഛനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അച്ഛ, അച്ഛനന്ന് കണ്ണൻ്റെ അച്ഛനെ കൊല്ലിച്ചതല്ലേ, പിന്നെ ഞാനിപ്പോൾ കണ്ണനെ കൊല്ലിക്കാൻ പോണേന് അച്ഛനൊക്കെ എന്താ പ്രശ്നമെന്നോ. അത് കേട്ടത് നമ്മളുടെ സ്വാതി സീമന്തിനെയാണെങ്കിൽ ഒരു ഞെട്ടലോടുകൂടി വാമദേവൻ്റെ നേരെ നോക്കുന്നുണ്ട്. വാമദേവനാണെങ്കിൽ അന്നേരം എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് സീമന്തിന് ഈ മേഘനാഥനോട് പറയുന്നുണ്ട്, ഇനി നീ ഇതും പറഞ്ഞുകൊണ്ട് നടക്ക്, എന്നിട്ട് വേണം ആ കണ്ണൻ അച്ഛനെതിരെ കേസ് കൊടുക്കാൻ, അല്ലെങ്കിൽ തന്നെ അവനക്ക് ലോറിക്കാരെ കാണാൻ തന്നെ വെറുപ്പാ, അതിൻ്റെ ഇടയ്ക്ക് നിൻ്റെ അച്ഛനാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ അച്ഛനെ കണ്ണൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല എന്ന്. ഈ സമയം മേഘനാഥൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ഞാനിവിടെ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് നിൽക്കണേ. കമലേശ്വരത്തെ സ്വത്തുക്കളെല്ലാം എൻ്റെ കയ്യിലെത്തിയെന്ന് വിചാരിച്ച് സന്തോഷിച്ചിരുന്നപ്പോഴാണ് ആ കണ്ണനും മഹാലക്ഷ്മിയും തിരിച്ചു വന്നത്. ഇനി എന്തായാലും ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല എന്ന്. ആ സമയത്ത് സ്വാതി പറയുന്നുണ്ട്, ഇനി ഏട്ടൻ്റെ പണി നോക്കി നടക്കണേയായിരിക്കും നല്ലത്, ഏട്ടൻ എന്തെങ്കിലും ജോലിക്ക് പോകും, അതാ ഇനി ജീവിക്കാൻ മാർഗം ഉണ്ടാവുള്ളൂ, അല്ലാതെ കമലേശ്വരത്തെ സ്വത്തും പ്രതീക്ഷിച്ചുകൊണ്ട് നടക്കണ്ടാന്ന്. ആ സമയത്ത് മേഘം പറയുന്നുണ്ട്, ഞാൻ ചെറുതിലേ മുതൽ ആഗ്രഹിച്ചതാ കമലേശ്വരത്തെ കണ്ണൻ്റെ സ്വത്തുക്കൾ, അത് കിട്ടണ വരെ ഞാൻ ഇങ്ങനെ തന്നെ ചിന്തിക്കുള്ളൂ എന്ന്. ആ സമയത്ത് സീമന്തിന് പറയുന്നുണ്ട്, അതിന് നീ ജീവനോട് ഉണ്ടായിട്ട് വേണ്ടേ സ്വത്ത് അനുഭവിക്കാമെന്ന് പറയുമ്പോൾ ആ സ്വത്ത് കിട്ടാൻ വേണ്ടി മരിക്കാനും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനെ മഹാലക്ഷ്മിനെയാണ്. കണ്ണൻ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും ഇതെല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ളൊരു ഷോക്കായിട്ടുണ്ടാവും, പ്രത്യേകിച്ച് കരുണയ്ക്കും ഉണ്ണിക്കും. ഇനി കരുണ ഇതിന് എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല കണ്ണേട്ടാന്ന് പറയുമ്പം അവൾ എങ്ങനെ പ്രതികരിച്ചാൽ എന്താ, മറ്റൊരാളുടെ മരണം ആഗ്രഹിച്ച് സന്തോഷിക്കുന്നവൾ നല്ലവളല്ലല്ലോ, അത് തനിക്ക് ഇതുവരെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പം അതൊക്കെ എനിക്ക് അറിയാൻ കണ്ണേട്ടാ എന്ന് വിചാരിച്ച് എൻ്റെ അനുജത്തി ആയിപ്പോയില്ലേ, അവളെ എനിക്ക് കൈവിടാൻ പറ്റില്ലല്ലോ എന്ന്. ആ സമയം കണ്ണൻ പറയുന്നുണ്ട്, അനുജത്തി ആയാലും അനിയനായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കൈവിടേണ്ട സമയത്ത് കൈവിടണം, അല്ലാതെ താൻ ചേർത്ത് നിർത്തണ പോലെ കരുണ ഒരിക്കലും തന്നെ ചേർത്ത് നിർത്തില്ല എന്ന്. പിന്നീട് രാവിലെ കരുണ എഴുന്നേറ്റ് വന്നതും ആകെ ദേഷ്യത്തിലാണ് കേട്ടോ. ഉണ്ണി വന്നിട്ട്, എന്താ കരുണേ നീ എന്താ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കണേന്ന് ചോദിക്കുമ്പം ഞാൻ പിന്നെ എന്നാ സന്തോഷം കൊണ്ട് തുള്ളി ചാടണോ, ഉണ്ണിയേട്ടന് എന്തൊക്കെയാണ് ഈ പറഞ്ഞേർന്ന്, ഇനി കണ്ണനും മാർക്കോയും തിരിച്ചു വരില്ല, സാഹറാണെങ്കിൽ മരിക്കാറായി കിടക്കുമെന്ന്. എന്നിട്ടിപ്പോൾ എന്തായി, കണ്ണനല്ലേ തിരിച്ചു വന്നത്, കമലേശ്വരത്തെ എല്ലാ സ്വത്തുക്കളും ഇനി നിങ്ങൾക്കാന്നും പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലായിരുന്നല്ലോ. ആ സന്തോഷം ആഘോഷിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ എന്നെ പാർക്കിലും ബീച്ചിലും സിനിമയ്ക്കൊക്കെ കൊണ്ടുപോയത്, എന്നിട്ടിപ്പോൾ അതിൻ്റെ 100 ഇരട്ടി സങ്കടമല്ലേ എനിക്ക് തന്നേക്കണേന്ന് ചോദിക്കണം. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, അതിന് ഞാൻ എന്ത് ചെയ്യാനാ കരുണേ, മേഘേട്ടൻ പരമാവധി നോക്കിയില്ലേ, മേഘേട്ടൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഇനിയിപ്പോൾ എല്ലാവരും പറയണ പോലെ നിൻ്റെ ഏടത്തേക്ക് എന്തോ ദിവ്യ ശക്തിയുണ്ട്, അതുകൊണ്ട് അവരെ ഉപദ്രവിക്കാൻ നോക്കുമ്പോഴൊക്കെ തിരിച്ചടി നമുക്ക് തന്നെ കിട്ടണേന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, ദിവ്യശക്തി ഉണ്ടായിട്ടൊന്നുമല്ല, നിങ്ങൾക്ക് ആർക്കും ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ്, എൻ്റെ അച്ഛനും ഉണ്ണിയേട്ടനും മേഘേട്ടനൊക്കെ വെറും മണ്ടന്മാരായതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കണേ. ഇനി എന്തായാലും രണ്ടിലൊരു തീരുമാനം എടുക്കേണ്ട സമയമായി, ഞാൻ എത്രയും പെട്ടെന്ന് ആ ഒരു തീരുമാനം എടുക്കും, ഇനി എനിക്കിവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കാൻ പറ്റില്ല എന്ന്. ആ സമയത്ത് നമ്മളുടെ ദുർഗ അങ്ങോട്ട് വരുന്നുണ്ട്. ദുർഗ വന്നതും കരുണയോട്, എന്താ മോളെ നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കണേന്ന് ചോദിക്കുമ്പം ഞാനൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് അമ്മേ, ഇന്നലെ രാത്രി മൊത്തം ഞാൻ അതായിരുന്നു ആലോചിച്ചുകൊണ്ടിരുന്നത്, ഇനിയിപ്പോൾ എന്തായാലും ഞാനിവിടെ ജീവിക്കണേൽ ഒരർത്ഥമില്ല, അതുകൊണ്ട് ഞാനൊരു ഡൈവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പോവാന്ന്. അത് കേട്ടതും ദുർഗയാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. മോളെ എന്ത് ഈ പറയണ, ഡൈവോഴ്സ് ചെയ്യാൻ പോവാന്ന്, ആരെ ഡൈവോഴ്സ് ചെയ്യണ കാര്യമാണ് പറയണേന്ന് ചോദിക്കുമ്പം എൻ്റെ ഭർത്താവിനെ ഡൈവോഴ്സ് ചെയ്യണ കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ മറ്റുള്ളവരുടെ ഡൈവോഴ്സ് കേസ് ഞാൻ അന്വേഷിക്കണേ എന്തിനാ, എന്തായാലും ഇതുപോലെ ഇനി ജീവിക്കണേൽ ഒരർത്ഥമില്ല അമ്മേ, അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ണിയേട്ടനെ ഡൈവോഴ്സ് ചെയ്ത് എൻ്റെ വീട്ടിലോട്ട് പോകാൻ പോവാന്ന്. ഇത് കേട്ടതും ഉണ്ണിയും ദുർഗയും ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയാണ്. പ്രതാപനും അമ്മയും കൂടി ഇനി എന്ത് ചെയ്യൂടാ പ്രതാപ, കരുണമോൾ ഇതെങ്ങനെ സഹിക്കുമെന്ന് ചോദിക്കുമ്പം
എനിക്കതിനെക്കുറിച്ച് ഒരു പിടിയില്ല അമ്മേ. എന്തായാലും ഞാൻ മോളെ ഒന്ന് വിളിക്കട്ടെ എന്ന്. അങ്ങനെ പ്രതാപൻ ഫോണെടുത്ത് കരുണയെ വിളിച്ചതും കരുണ പ്രതാപനോട് ആ ഞെട്ടിക്കുന്ന തീരുമാനം പറയുന്നുണ്ട്. അത് കേട്ടതും പ്രതാപനും പ്രതാപൻ്റെ അമ്മ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.